എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഓശാന ഞായറിന്റെ ചരിത്രത്തെക്കുറിച്ചാണ്. യേശു ജെറുസലേമിൽ രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ ദിവസമാണ് ഓശാന ഞായർ. കുരുത്തോല പെരുന്നാളെന്ന് കേരളീയർ വിളിക്കുന്നു. കൂടാതെ ഈന്തപ്പന ഞായറെന്നും മറ്റൊരു വിളിപ്പേര് കൂടിയുണ്ട്. യേശു ജെറുസലേമിൽ രാജകീയമായി പ്രവേശിച്ചപ്പോൾ അവിടെ നിറവേറ്റപ്പെട്ടത് സക്കറിയ 9:9, മത്തായി 21:1 മുതൽ 9 വരെ, യോഹന്നാൻ 12:12 മുതൽ 16 വരെ എന്നുള്ള തിരുവചനങ്ങളുടെ പൂർത്തീകരണമാണ്. യേശു ജെറുസലേമിൽ രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ ദിവസമാണ് ഓശാന ഞായർ. കുരുത്തോല പെരുന്നാളെന്ന് കേരളീയർ വിളിക്കുന്നു. കൂടാതെ ഈന്തപ്പന ഞായറെന്നും മറ്റൊരു വിളിപ്പേര് കൂടിയുണ്ട്. യേശു ജെറുസലേമിൽ രാജകീയമായി പ്രവേശിച്ചപ്പോൾ അവിടെ നിറവേറ്റപ്പെട്ടത് സക്കറിയ 9:9, മത്തായി 21:1 മുതൽ 9 വരെ, യോഹന്നാൻ 12:12 മുതൽ 16 വരെ എന്നുള്ള തിരുവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ഇതിന്റെ ഒരു ഉള്ളടക്കം എന്തെന്നാൽ, സമാധാനത്തിന്റെ രാജാവ് പടക്കുതിരയിലല്ല മറിച്ച് കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് വരുന്നു എന്നതാണ്. സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഇങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ യേശുവിന് രാജകീയമായ വരവേൽപ്പ് ലഭിക്കുവാൻ കാരണം, യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് മരിച്ചവരിൽ നിന്നും ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവം യേശുവിന് ജെറുസലേമിലേക്ക് വലിയൊരു വരവേൽപ്പ് ലഭിച്ചു. അതിന് കാരണം മരിച്ചവരിൽ നിന്നും ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവം വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയുണ്ടായി. ഈ വാർത്ത അറിഞ്ഞ് ജനങ്ങൾ ബഥാനിയ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തുവാൻ തുടങ്ങി. യേശുവിനെ കാണുന്നതിനു പുറമെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ലാസറിനെ കാണുവാൻ കൂടിയാണ് ജനങ്ങൾ ഒഴുകിയെത്തിയത്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് യേശുക്രിസ്തു ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത്. കഴുതപ്പുറത്തായിരുന്നു യേശുക്രിസ്തുവിന്റെ പ്രവേശനം. ഇതിന് കാരണം താനൊരു സാധാരണ രാജാവല്ല മറിച്ച് സമാധാനത്തിന്റെയും എളിമയുടെയും ഒരു രാജാവാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പടക്കുതിരയ്ക്ക് പകരം കഴുതയെ യേശുക്രിസ്തു തിരഞ്ഞെടുത്തത്. അന്നത്തെ കാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ കുതിരയുടെ പുറത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അതുപോലെ തന്നെ രാജാക്കന്മാർ സമാധാന സന്ദേശവുമായി വരുമ്പോൾ കഴുതയുടെ പുറത്തും. അതുകൊണ്ട് കൂടിയാണ്, അതായത് താനൊരു സമാധാനത്തിന്റെ പ്രതീകമാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി കൂടിയാണ് യേശുക്രിസ്തു കഴുതയെ തിരഞ്ഞെടുത്തത്. ഈ ഒരു സംഭവം താനൊരു യുദ്ധവീരനല്ല മറിച്ച് സമാധാനത്തിന്റെ പ്രഭുവാണെന്ന് കാണിക്കുന്നു. ഇതിലൂടെ യേശു തന്റെ എളിമയും വിനയവും വെളിപ്പെടുത്തി. എളിമയോടെ ആണെങ്കിലും താൻ ഇസ്രായേലിന്റെ വാഗ്ദാനപ്പെട്ട രാജാവാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു. രാജകീയമായായിരുന്നു ജനങ്ങൾ യേശുക്രിസ്തുവിനെ ജെറുസലേമിലേക്ക് സ്വീകരിച്ചത്. അനേകം ആളുകൾ തങ്ങളുടെ പുറംകുപ്പായങ്ങൾ യേശുക്രിസ്തു സഞ്ചരിക്കുന്ന വഴികളിലൂടെ വിരിച്ചു കൊടുത്തു. ഇങ്ങനെ ചെയ്യുന്നത് ഒരു രാജാവിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. കൂടാതെ ജനങ്ങൾ ഈന്തപ്പനയോലകളും മരച്ചില്ലകളും മുറിച്ച് വഴിയിൽ നിരത്തുകയും കയ്യിലേന്തി നിൽക്കുകയും ചെയ്തു. വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ദാവീദ് പുത്രന് ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഉന്നതങ്ങളിൽ ഓശാന എന്ന് ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറയുവാൻ തുടങ്ങി. ഇസ്രായേലിന്റെ പ്രവാചകനും വാഴ്ത്തപ്പെട്ട രാജാവായി യേശുക്രിസ്തുവിനെ ജനങ്ങൾ സ്തുതിച്ചു. റോമൻ ഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വന്ന രക്ഷകനായ യേശുക്രിസ്തുവിനെ പലരും കണ്ടു. ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജനങ്ങൾ ഇന്നും ഓശാന ആഘോഷിച്ചു പോരുന്നത്. യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാന ഘട്ടമായിരുന്നു ജെറുസലേം പ്രവേശനം. ഓശാന ഞായർ മുതലാണ് വിശുദ്ധ വാരം ആരംഭിക്കുന്നത്. വിശുദ്ധ വാരത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെക്കുറിച്ച് മറ്റു വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം.